പ്ലസിലേക്ക് സ്വാഗതം. ഞാൻ ധാരാളം യാത്ര ചെയ്യുന്ന ഒരാളാണ്. കേരളത്തിലും പുറത്തുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും എൻ്റെ ഒപ്പം ഉള്ള പല ആളുകളുമായി, കണ്ടുമുട്ടുന്ന ആളുകളുമായൊക്കെ ഇൻ്ററാക്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ എങ്ങനെയാണ് കാണുന്നതെന്നും അവർ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നും കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് പലപ്പോഴും ഈ അപരിചിതരായ ആളുകളുമായി ഞാൻ പലപ്പോഴും സംസാരിക്കാറുള്ളത്. അവരിൽ നിന്നൊക്കെ സത്യസന്ധമായ ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. അങ്ങനെ അറിയാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമായി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവരിൽ നിന്നാണ് സത്യസന്ധമായ ചില വിവരങ്ങൾ ലഭിക്കുക. നമ്മുടെ നാടിനെക്കുറിച്ചും നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയപരമായും ഭരണപരമായും പിന്നെ ഉദ്യോഗസ്ഥ തലത്തിലായാലും എല്ലാ കാര്യങ്ങളും വിവര പട്ടിക വരെ കൃത്യമായും നമുക്ക് പറഞ്ഞു തരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്. അവർ പലപ്പോഴും ഈ ജനങ്ങളുമായി കൂടുതൽ സമ്പർക്കം പുലർത്തുന്ന ആളുകളാണ്. പല വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളും ഓട്ടോറിക്ഷയിൽ കയറും. അപ്പോൾ അവരുമായിട്ടൊക്കെ ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സംസാരിക്കാറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടാതെ ഇവർ ഒത്തുകൂടാറുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അവരുടെ സ്റ്റാൻഡിൽ ഒത്തുകൂടി രാഷ്ട്രീയം പങ്കുവെക്കാറുണ്ട്. രാഷ്ട്രീയവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സിനിമ, നാടകം, രാഷ്ട്രീയം, അന്നത്തെ വാർത്തകൾ, ഇതെല്ലാം പങ്കുവെക്കുന്ന ആളുകൾ കൂടുതലാണ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. അങ്ങനെയുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ കഴിഞ്ഞ ദിവസം എനിക്ക് ബന്ധപ്പെടേണ്ടി വന്നു. ഓട്ടോറിക്ഷയിൽ അത്യാവശ്യമായൊരു കാര്യത്തിന് പോകേണ്ടി വന്നപ്പോഴാണ് അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചത്. ഞാൻ ചോദിച്ചു, യാത്ര കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകും, പേര്, നാടൊക്കെ നമ്മൾ ചോദിക്കും, എവിടെയാണ്, ഇതൊക്കെ വിവരങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി? നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ച് ഇപ്പോഴും എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടിയും താല്പര്യത്തോടും കൂടിയൊക്കെ ചെവി കൂർപ്പിച്ച് കേൾക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്തരം നാട്ടിലുള്ള ഒരാൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നറിയാനുള്ള കൗതുകം കൊണ്ടാണ് ഞാനിത് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞ ഒറ്റ വാചകം മതി നമ്മുടെ സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ച് ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ കാണുന്നു എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നു സാർ എന്നാണ്. നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മറുപടി ഛർദ്ദിക്കാൻ തോന്നുന്നു, എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു, രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ച് ആലോചിച്ചാൽ ഛർദ്ദിക്കാൻ തോന്നുന്നു എന്നുള്ള സ്ഥിതിയാണ്. എന്ത് പരിതാപകരമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. മുൻപൊരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് ഒരാളിൽ നിന്നും ഞാൻ കേട്ടിട്ടില്ല. ഇത് വളരെ മുമ്പ് പല ഭരണകൂടങ്ങൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ ആളുകൾ ഇങ്ങനെ ഇത്രത്തോളം ഒരു 0% നിന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ച് ഒരു കമൻറ്റ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ആദ്യമാണ് അങ്ങനെ കേൾക്കുന്നത്, ഛർദ്ദിക്കാൻ തോന്നുന്നു എന്ന്. നമ്മുടെ സംസ്ഥാനത്തിലെ, കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നിങ്ങളെയും ഛർദ്ദിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തുക. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. രാഷ്ട്രീയ രംഗമായാലും സിനിമാ രംഗമായാലും സാംസ്കാരിക രംഗമായാലും പൊതുവെ ഒരു അപച്യുതി നമ്മുടെ സംസ്ഥാനത്ത് വന്നിരിക്കുന്നു. അത് പല വിഷയങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി നമ്മുടെ സംസ്ഥാനത്ത് ഒരുതരം അരോചകമായ വാർത്തകളാണ് ദിനം പ്രതി നമുക്ക് ചുറ്റും വരുന്നത്. രാവിലെ പത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് മറ്റൊരു വാർത്തയല്ല. ഒരു പോസിറ്റീവ് എനർജി തരുന്ന വാർത്തകൾ ഒന്നും തന്നെ സംസ്ഥാനത്ത് കുറേ നാളുകളായി നമുക്ക് കിട്ടാറില്ല. നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടിങ്ങും നെഗറ്റീവായിട്ടുള്ള പല വിഷയങ്ങളുമാണ് ദിനം പ്രതി നമ്മുടെ മുമ്പിൽ വന്ന് പെടുന്നത്. അടുത്ത കാലത്ത് പ്രത്യേകിച്ചും നിങ്ങൾ ആലോചിക്കുക, ഹേമ കമ്മിറ്റി റിപ്പോർട്ടായാലും ADGPയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് PV അൻവറിൻ്റെ വെളിപ്പെടുത്തലായാലും അതിനു മുമ്പ് നടന്ന പല വിഷയങ്ങളും ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല. ഇതെല്ലാം ശരിക്കും അപഗ്രഥിക്കുന്ന സാധാരണ മനുഷ്യരുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു വെച്ചത്, ഈ ഛർദ്ദിക്കാൻ തോന്നുന്നു എന്നുള്ളത് സാധാരണ മനുഷ്യർക്കെല്ലാം തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. എങ്ങോട്ടാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത്? ഒരു ഭരണകൂടം ഇങ്ങനെയൊക്കെ ഭരണകൂടത്തിനെ മാത്രം മുൻനിർത്തി, പിന്നീടുള്ള സംഭാഷണത്തിൽ അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അതൃപ്തി കൂടുതലും വന്നത് ഭരണരംഗത്ത് തന്നെയാണെന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരിക്കലും ഇങ്ങനെയൊന്നും ആകരുത്, ഒരു ഭരണം എന്ന് പറയുന്നത് ഇങ്ങനെ ആകരുത് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. കൂട്ടത്തിൽ ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയാം, ഈ ഭരണ
കക്ഷിക്ക് വേണ്ടി വോട്ട് ചെയ്ത മനുഷ്യരാണ്, ആ പാർട്ടിയിൽ വിശ്വസിച്ച് നിന്ന ഒരാളാണ്. ഇത് ഒരാളല്ല, പല ആളുകൾ ഇതേ രീതിയിൽ ചിന്തിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പോൾ എന്താണ് എന്നുള്ളതിന് നമുക്ക് വ്യക്തമായൊരു സൂചനയാണ് ഇത്തരത്തിലുള്ള ചില കമൻറ്റുകൾ. ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഒരു ദിവസം പുലർന്നു കിട്ടാൻ ഇനി എന്തു വേണമെന്ന് ആലോചിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. ആരെങ്കിലും വിമർശിച്ചാൽ ഉടനെ തന്നെ അദ്ദേഹത്തിനെ തോക്കെടുത്ത് വെടിവെക്കുകയല്ല, ആ വിമർശനത്തിൽ എന്തെങ്കിലും കാമ്പും കഴമ്പും ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും അത് ബോധ്യപ്പെടാനും ബന്ധപ്പെട്ടവർ തയ്യാറാകണം. അതല്ലാതെ വിമർശനത്തിന് മുഴുവൻ മുഖമടച്ച് വെടിവെക്കുക അല്ല വേണ്ടത്, മറിച്ച് അതിനെ റെക്ടിഫൈ ചെയ്യണം. എവിടെയാണോ ഡിഫക്ട്സ് അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഇവിടെ റെക്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല, പകരം പുതിയതായി വന്നുകൊണ്ടിരിക്കുന്ന പലതും വേദനാജനകമായ വിവരങ്ങളാണ്. അപ്പോൾ ഇത്രയും ഇന്നത്തെ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ നാടിൻ്റെ ചലനാത്മകത എങ്ങനെ എന്ന് സാധാരണ മനുഷ്യൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവൻ്റെ നാവിൻ തുമ്പിൽ സംസ്ഥാന രാഷ്ട്രീയമായാലും സംസ്ഥാനത്തിൻ്റെ ഇതര വിഷയങ്ങളിൽ ആയാലും അതൃപ്തി നിലനിൽക്കുന്നു, ഇല്ലെങ്കിൽ ഉരുണ്ടുകൂടിയിരിക്കുന്നു എന്നുള്ളത് ബന്ധപ്പെട്ടവർ അറിയണം, മനസ്സിലാക്കണം, അത് ഉൾക്കൊള്ളണം. അത് മാത്രമേ ഈ എപ്പിസോഡിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതുപോലെ ആളുകളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ ഈ ചാനലിൽ ഇനിയും നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് എന്നും കൂടി അറിയിക്കുന്നു.